തിയേറ്ററിൽ ആരും കയറാതെ പൂച്ചപറ്റി കിടന്ന ഒരു ചവറ് സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏതോ മതം ആരോ വിളിച്ചു വിരട്ടി എന്നൊക്കെ അണിയറ പ്രവർത്തകരുടെ ഉടായ്പ പോലെന്തോ PR സ്റ്റണ്ടെന്നാണ് സത്യമായും ആ വിവാദം കേട്ടപ്പോഴാദ്യം തോന്നിയത്. പക്ഷേ ജാനകിയുടെ ക്ഷമിക്കണം, ഇനീഷ്യൽ കൂടി ചേർത്ത് ജാനകിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു വ്യവഹാര വാർത്താ ദിനമാണ്. ആവിഷ്കാരം നാക്കിന് വാക്കിനൊക്കെ വെട്ടും വിലങ്ങും വീഴുന്ന ഒരു വെറുപ്പിന്റെ വൻമരങ്ങൾ വാഴും കാലം പേടിച്ച കാലത്തിന്റെ വിറയലാണ് എന്നറിവുള്ളതാണെങ്കിലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഉള്ളൊരു സാധാരണ പേര് ജാനകി എന്നൊരു ത്രയാക്ഷരി ഒരു സിനിമയിൽ പറഞ്ഞതിന് വെപ്രാളപ്പെട്ട മുക്കറയിൽ വാളെടുക്കൽ വെട്ടിയൊതുക്കൽ ഇൻടോളറൻസിന്റെ പരകോടിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ആ മെറിറ്റില്ലാത്ത മെരട്ടിൽ വിരട്ടിൽ കീഴടങ്ങിപ്പോയ അണിയറക്കാരോട് അനിഷ്ടം വേണ്ട, പാവങ്ങളാണ്, അരിപ്രശ്നമാണ്. അമർഷത്തോടെയാണെങ്കിലും ഗതികെട്ട മ്യൂട്ട് ചെയ്യൽ മുട്ടുമടക്കൽ സിനിമക്കാരുടെ മാത്രം പ്രശ്നമാണോ? അല്ല. ഇനിയും ഞരമ്പിൽ വെറുപ്പ് നാറ്റത്തിന്റെ പഴുപ്പൊഴുക്ക് തുടങ്ങിയിട്ടില്ലാത്ത മനുഷ്യരക്തമുള്ള മനുഷ്യരുടെ ഗതികേടാണ്, പരാജയമാണ്. ആ കോടതിയിൽ സെൻസില്ലാത്തൊരു സെൻസർ ബോർഡ് കൊടുത്ത അഫിഡവിറ്റ്, ആ സത്യവാങ്മൂലം ഒന്ന് വായിക്കണം. വായിച്ചു പൂർത്തിയാക്കാനാവില്ല. ദേഹമാസകലം വഴുവഴുത്തൊരു പാമ്പിഴയും മട്ടിൽ പല്ലു പൊളിച്ചു പോകുന്ന വർഗീയതയാണ്. ആ കഥയിൽ കോടതി മുറിക്കുള്ളിൽ നിൽപ്പാണ് ജാനകി എന്നൊരു പെൺകുട്ടി, ഒരു ബലാത്സംഗത്തിന് ഇര. പോരാട്ടത്തിൽ പങ്കാളിയായ ഒരു വക്കീൽ വേഷത്തിൽ സുരേഷ് ഗോപിയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി. ആ കഥാപാത്രം ഒരു ക്രൈസ്തവ നാമധാരി അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണോവാൾഡ്. ആ പേരുകാരിയോട് ഒരു ക്രൈസ്തവ പേരുകാരൻ ഇതര മതസ്ഥൻ 4 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏതോ വികാരം പൊട്ടിയൊലിച്ച് ക്രമസമാധാന പ്രശ്നമാകുമെന്നാണ് തമ്പ്രാക്കളുടെ വർഗീയം നാറുന്ന കണ്ടെത്തൽ. സാറന്മാരെ, ഒരു സിനിമയിൽ ഒരു പേര് കണ്ടാൽ അങ്ങ് വികാരം പൊട്ടുന്നവരെന്ന് എന്റെ കൂടപ്പുറപ്പുകളായ സമുദായ സഹോദരങ്ങളെ അധിക്ഷേപിക്കുന്നോ? മര്യാദ വേണം. ആ കേന്ദ്ര സംസ്ഥാന ബഹുമതികൾ, അവാർഡുകൾ, അധികാരത്തിന്റെ വഴിയിൽ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് നോക്കി ഈത്ത ഒലിപ്പിച്ചിരിക്കുന്ന ദന്തഗോപുര AC വാസികൾ, മനുഷ്യനെ മനസ്സിലാകാത്ത സാഹിത്യമാനോട് പോകാൻ പറ. ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു അപകടച്ചോര കണ്ടാൽ പേര് നോക്കാതെ നാട് നോക്കാതെ കെട്ടിപ്പിടിക്കുന്ന ചോരയും നീരുമുള്ള മനുഷ്യർ, നമ്മുടെ മക്കൾക്ക് ഈ നാട്ടിൽ പേടിക്കാതെ ജീവിക്കണം, നാക്ക് പൂട്ടാതെ ശബ്ദമുയർത്തണം, സമരമാവണം. അന്ധകാരത്തിൽ കാണാം ഒരു തിളക്കം, ഒരു വടിവാൾ മൂർച്ച, കേൾക്കാം അദൃശ്യരൂപിയുടെ പൈശാചിക ശബ്ദം. എഴുത്തുകാരാ, സിനിമക്കാരാ, ഏതാണ് തന്റെ പ്രയോറിറ്റി? എഴുത്തോ നിന്റെ കഴുത്തോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. JSK സംവിധായകൻ ശ്രീ പ്രവീൺ നാരായണൻ, ശ്രീ ഷാബു പ്രസാദ്, സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ പ്രവീണിലേക്ക് പോകുന്നു. ശ്രീ പ്രവീൺ, നിങ്ങളെക്കൊണ്ട് പരിമിതിക്കുള്ളിൽ നടത്തിയ പോരാട്ടത്തിനാദ്യം അഭിവാദ്യങ്ങൾ. പക്ഷേ ആ പോരാട്ടം പൂർത്തിയാക്കാതെ പാതി വഴിയിൽ മടങ്ങേണ്ടി വന്നു എന്നൊരു തോന്നൽ ഉള്ളിലെങ്കിലും ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം എൻ്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യം എൻ്റെ സിനിമ പുറത്തിറക്കുക എന്നുള്ളതാണ്. അതിനാണ് നാളിതുവരെ നമ്മൾ നടന്നു കയറി വന്നത്. അപ്പം അതിനെ ബാധിക്കാത്ത രീതിയിൽ സിനിമയിൽ ജാനകി വിദ്യാധരൻ പിള്ള, പൂങ്കുന്നം സ്വദേശിയായ വിദ്യാധരൻ പിള്ളയുടെ മകളായ ജാനകി വിദ്യാധരൻ പിള്ള എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. കോടതി ടൈമിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജാനകി വി എന്ന് എഴുതണം എന്നവർ ആവശ്യപ്പെട്ടു. അത് നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കലി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട്, പിന്നെ 1-2 സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ സംഭാഷണങ്ങൾക്ക് ചില വിഷയങ്ങൾ ഫീൽ ചെയ്തതുകൊണ്ട് അവിടങ്ങളിലും അത് മ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ഒപ്പീനിയനിലേക്ക് എത്തി. ആ ഒരു 2 ചേഞ്ചസ് അല്ലാതെ വേറെ യാതൊരു കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടിട്ടില്ല നിലവിൽ. കേവലം ഒരു പേരിന്റെ പ്രശ്നം മാത്രമായിരുന്നില്ലോ യഥാർത്ഥത്തിൽ. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനൊക്കെ അല്ലെങ്കിൽ എല്ലാ സിനിമാ സംഘടനകളും നിങ്ങൾക്കൊപ്പം ശക്തിയുക്തം സമരരൂപമായിരുന്നതിന്റെ കാരണം കേവലം ഒരു ജാനകി, അത് വിദ്യാധരൻ പിള്ളയുടെ മകൾ ജാനകി എന്ന് മാറുന്നതിലേക്ക് മാത്രമായിരുന്നില്ലല്ലോ. ഒരു സിനിമക്കാരന് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് തലച്ചോറിന് ഏതു പേര്, എങ്ങനെ, എവിടെ എന്ന് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള വടിവാൾ പ്രയോഗമായിരുന്നു അത്. ആ വടിവാൾ പ്രയോഗത്തിന് ഉള്ള ആശയ പോരാട്ടമായിരുന്നല്ലോ ബി ഉണ്ണികൃഷ്ണൻ അടക്കം നടത്തിയത്. ആ ആശയ പോരാട്ടം ശരിയാണ്. സാങ്കേതികമായി ഇപ്പം ജാനകി എന്നതിനിപ്പുറം ആരെങ്കിലും സെൻസർ ബോർഡിലേക്ക് ജാനകി എന്ന പേര്, വൈദേഹി എന്ന പേര്, അത് വൈദേഹരാജ്യത്തെ ജാനകിയാണ് എന്ന് പറഞ്ഞ് പോവാത്ത പക്ഷത്തോളം, അതിനും വിട്ട് വീഴാത്ത കാലത്തോളം നിങ്ങൾക്ക് സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലപ്പുറം ഒരു ആശയ പരിസരം അതിലുണ്ടായിരുന്നു. ആ ആശയ പരിസരത്തോട് പോരാടി നിൽക്കാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടെന്ന് ചോദിക്കുന്നു. പ്രവീൺ, നിങ്ങളൊരു പോരാട്ടമുഖം തുടങ്ങി വെച്ചിരുന്നു, പക്ഷേ അത് പാതിയിൽ നിർത്തി മടങ്ങി. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഹാഷ്മി. നമ്മൾ ആദ്യം നിർത്തി മടങ്ങി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. നമ്മളെ കൊണ്ട് സാധ്യമായ മൊമെന്റ് എവിടെയാണോ അവിടെ നമ്മൾ നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നോട്ടൊരു മെറിറ്റിലേക്ക് പോകാമെന്ന് കോടതി പോലും പറഞ്ഞിരുന്നു. അത് നമുക്കും അറിയാം. ആത്യന്തികമായിട്ട് നമ്മൾ ഇത് എവിടം വരെ പോകും? ഇപ്പൊ സിംഗിൾ ബെഞ്ചിൽ നിന്ന് നാളെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് മുന്നോട്ട് പോകാം. അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക്, ഒരു കോടതി വ്യവഹാരത്തിലേക്ക് ഒരു സിനിമ, അതായത് ശരിക്കും ജൂൺ ഈ പറയുന്ന ഒരു 18-ാം തീയതിക്ക് മുമ്പ് വരെ എന്റെയും പ്രൊഡ്യൂസറുടെയും മാത്രം അവകാശങ്ങൾക്കകത്ത് കിടന്ന ഒരു സിനിമ ഇന്ന് കോടതി മുമ്പാകെയാണ്. ഇത് ഞങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല.
അപ്പം അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ അതൊരു വലിയ സ്വപ്നമാണ് ഹാഷ്മി. അത് ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ ഇരിക്കുമ്പോഴേ ഒരു പക്ഷേ അത് മറ്റൊരാൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കാൻ എത്രത്തോളം എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അറിയില്ല. അല്ല 100% മനസ്സിലാക്കുന്നു. ഇത് താങ്കളുടെ മാത്രം ഒരു പ്രോഡക്റ്റ് അല്ല, ഇതിന് മുമ്പിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ആ റിലീസിങ്ങിന്റെ തീയതി വൈകിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ശതലക്ഷങ്ങളുടെ എവിടെ ഞാൻ വായിച്ചത് 80 ലക്ഷത്തിന് നഷ്ടം ഉണ്ടായെന്നാണ്. അപ്പോൾ അത്രത്തോളം ലക്ഷം ഓരോ ദിവസം കഴിയുന്നതോറും ആ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് പണം മുടക്കുന്ന ആൾ ആശയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ഇനിയും അത് വല്ലാതെ വൈകിപ്പിക്കാൻ ഇടയില്ല. മാത്രമല്ല ഇപ്പം നാസിർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഈ പറയുന്ന പഞ്ചാബ് 95 എന്ന സിനിമയുണ്ട്. ഇപ്പോഴും അവിടെ കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്. അവരുടെയൊക്കെ വേദന ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ആ വേദന 100% പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശ്രീ പ്രവീൺ, ഇത് ശരിയായ പ്രവണതയാണോ? ഈ സെൻസർ ബോർഡിന്റെ സത്യവാങ്മൂലം താങ്കൾ വായിച്ചു എന്നാണ് എൻ്റെ അറിവ്. എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? കേരളത്തെ കളിയാക്കുന്ന മട്ടിലാണ് ശ്രീ പ്രവീൺ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമുദായത്തെ കളിയാക്കുന്ന മട്ടിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? അവരത് അവിടെ കൗണ്ടർ ഫയലായിട്ട് അവർ സബ്മിറ്റ് ചെയ്തതാണ്. അത് നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് അവരുടെ പെർസ്പെക്റ്റീവ് എന്തുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ആയി എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതൊരു ഓട്ടോണമസ് ബോഡി അല്ലേ, ഇതിപ്പം അതെന്താ പറയുന്നത്, ഒരു വലിയ സ്ഥാപനമാണിത്. നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു കഥാപാത്രം തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാരണം നമ്മുടെ ഈ പറയുന്നത് പോലെ സുരേഷ് ചേട്ടന്റെ കഥാപാത്രം ഒരു ക്രിസ്ത്യൻ കഥാപാത്രമാണ്, അതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സിനിമയിൽ തന്നെ നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി ചെയ്ത കഥാപാത്രത്തിന്റെ പേര് ഫിറോസ് എന്നാണ്. ഫിറോസ് പല സന്ദർഭങ്ങളിലും ജാനകി എന്നുള്ള പേര് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവിടെങ്ങും അവരത് ഒരിക്കൽ പോലും പറയുകയോ മെൻഷൻ ചെയ്യുകയോ പോലും ചെയ്തില്ല. ഈ പറയുന്ന പ്രത്യേക സ്ഥലം അവിടെ കുറച്ച് 3-4 ഡയലോഗുകളുണ്ട്. അത് കോടതിയിൽ വെച്ച് സുരേഷ് ഏട്ടൻ അനുപമ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനോട്, അതായത് ജാനകി വിദ്യാധരനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലുണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങളും അതാണ് അവർ കൃത്യമായിട്ട് അവസാന സ്റ്റേജിലേക്ക് എത്തിയപ്പം ചൂണ്ടിക്കാണിച്ചത്. അത് പ്രൊഡ്യൂസർ അടക്കം എല്ലാവരും കൂടി ചിന്തിച്ചപ്പോൾ അത് ഈ പറയുന്നത് പോലെ അത് ചെയ്യുന്നത് കൊണ്ട് സിനിമയെ ബാധിക്കുന്നില്ല എന്നൊരു പോയിന്റ് എത്തുമ്പോൾ എത്രയും പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആവശ്യം. എല്ലാവരും ശ്രമിക്കുന്ന അതിന് തന്നെയാണ്. അപ്പം അതിലൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ. താങ്കളുടെ ഉള്ളിലെ പിടച്ചിലും താങ്കളുടെ വൈകാരികതയും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്താണ് കാരണം എന്നതിനെ കുറിച്ച് നമുക്കിനി ആംബിഗ്വിറ്റി വേണം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ആദ്യം ഇത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സത്യമായി കരുതുന്നത് നിങ്ങളുടെയൊക്കെ ഇത് PR സ്റ്റണ്ടാണ്. അങ്ങനെ ഒന്നെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 10 പേർ സിനിമ കാണാൻ കൂടുതൽ കയറി നല്ലതെന്ന് വിചാരിച്ചു. അപ്പോഴൊന്നും ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന കാരണം ഈ പറയുന്ന CBFC, അതിൻ്റെ പേര് ഈ പറയുന്ന സെൻസർഷിപ്പ് ബ്യൂറോ ആണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അവർ പറയുന്ന കാരണം, ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ദ പോസ്റ്റിംഗ് ഓഫ് സച്ച് പ്രൊവോക്കേറ്റീവ് ക്വസ്റ്റ്യൻസ് ടു ക്യാരക്ടർ നെയ്മഡ് ആഫ്റ്റർ ഗോഡ സീത വിൽ ഹാവ് ദ ടെൻഡൻസി ടു ഡിസ്റപ്റ്റ് പബ്ലിക് ഓർഡർ ആൻഡ് ഒഫൻഡ് റിലീജിയസ് സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നും മതവികാരം വ്രണപ്പെടുത്തുമെന്നും. രണ്ടാമത്, it is submitted that a screenplay of the subject film has tendency to disrupt the public order by systematically insulting religious beliefs of a religious community through deliberate misappropriation of a revered deity's name, particularly given the film subject matter. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനഃപൂർവ്വം ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ, നിങ്ങൾ ഈ നാട്ടിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു ദേവതയുടെ പേരിട്ടു എന്ന് പറയുകയാണ്. മൂന്നാമത് എന്താണ് പറയുന്നത്? ഫർദർ, another reason as to why the respondent is seeking the name of the lead character to be changed from the title and dialogues stems from problematic subplots. എന്ന് പറഞ്ഞാൽ when the lead character who is named after goddess Sita or Janaki is raped, she is then aided by a man belonging to one particular religious community and is cross-examined asking harrowing. എന്ന് പറഞ്ഞാൽ പ്രവീൺ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്ന ഒരു കഥാപാത്രത്തെ കോടതി മുറിക്കുള്ളിൽ ഒരു ക്രൈസ്തവ പേരുള്ള ഒരാൾ വന്ന് ചോദ്യം ചെയ്താൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കുമെന്നാണ്? ഏത് വികാരം വ്രണപ്പെടുമെന്നാണ്? ഇവിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ഇത്. ഇതിനു മുമ്പ് പത്മാവതി എന്ന് പറയുന്ന സിനിമ പത്മാവത് എന്ന് മാറ്റിയാണ് ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം സെൻസർ ബോർഡിനെ സംബന്ധിച്ച് ഒരു 140 അല്ലെങ്കിൽ 150 കോടി ജനങ്ങളുടെ വികാരത്തെ കൂടെ മാനിച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇപ്പം ജാനകി എന്നുള്ള പേരിൽ അമ്പലങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരുപക്ഷെ നാളെ ഇതായി പറയുന്നത് പോലെ ആർക്കെങ്കിലും എവിടെയെങ്കിലും വികാരങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. ഇപ്പം ഞാൻ കേരളം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആവണമെന്നില്ല. ചിലപ്പം ഈ പറയുന്നത് നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഉള്ള ആൾക്കാർക്ക് അത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു കോടതി ഭാഗത്ത് ഉപയോഗിച്ച ഡയലോഗുകൾ, അപ്പം അത് കട്ട് ചെയ്യാൻ, ആ സീൻ എടുത്തു മാറ്റാനാണ് അവർ ആദ്യം തൊട്ട് പറഞ്ഞിരുന്നത്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പം അവിടെ നിന്ന് ഇപ്പം ചെറിയൊരു മ്യൂട്ടിലേക്ക് എത്തുമ്പം ഒരു പരിധിവരെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത് വിജയമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം സിനിമ ഇറങ്ങാതിരിക്കുന്ന മൊമെന്റുകൾ അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളെ നമ്മൾ കടന്നുപോയത് എങ്ങനെയാണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു നിമിഷം വരെ നമ്മുടെ നെഞ്ചിൽ പെടച്ചിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രവീൺ, സീതയ്ക്ക് 108 പേരുകളാണ് ഈ പറയുന്ന രീതിയിൽ. അതിൽ വൈദേഹിയുണ്ട്, ഈ പറയുന്ന സീതയുണ്ട്, ഈ പറയുന്ന സിയയുണ്ട്,
സിത്താര ഉണ്ടെന്ന് ചില ആളുകൾ പറയുന്നു. അങ്ങനെ മൊത്തം 108 പേരുകളാണ്. 108 പേരുകൾ ഇനി ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. അബ്ദുള്ള, മുസ്തഫ, സഫറുള്ള, സെയ്ഫുള്ള എന്നൊക്കെ പറയുന്ന എന്താണ് മുസ്ലിങ്ങളുടെ ദൈവവുമായി ബന്ധപ്പെട്ട പേരുകൾ അവിടെയുണ്ട്. ആന്റണി, ജോസഫ് എന്ന് പറയുന്ന എന്താണ് ജീസസ്, ഇവർ ക്രിസ്ത്യാനികളുടെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പേര് ഉപയോഗിക്കരുത് എന്നല്ലേ അതിനർത്ഥം? എന്ത് കാലമാണ്! ഞാൻ അങ്ങയോട് മറുപടി ആഗ്രഹിച്ച് ചോദിക്കുന്നതല്ല, ഞാൻ എൻ്റെ ഉള്ളിലെ ഒരു വേദന ചോദിക്കുന്നതാണ്. പ്രവീൺ, എന്നോട് ക്ഷമിക്കണം. അല്ല, എനിക്ക് മനസ്സിലാവും ഹാഷ്മി. എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ഞാനിരിക്കുന്ന പൊസിഷനും എനിക്ക് പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുള്ളെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കഴിഞ്ഞ 2 വർഷം 2022 നവംബർ 7-ാം തീയതി ഷൂട്ട് തുടങ്ങിയ ഒരു സിനിമ ഈ കഴിഞ്ഞ 2-2.5 വർഷം എൻ്റെ കൂടെ ഏകദേശം ഒരു 11 ഷെഡ്യൂളും വിളിക്കുന്ന ഓരോ വിളിപ്പുറത്ത് ഓടിയെത്തി എല്ലാ ആർട്ടിസ്റ്റുകളും അതോടൊപ്പമുള്ള ടെക്നീഷ്യൻസ് ഇവരുടെ എല്ലാം കരിയർ, ആ സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം സിനിമാ രംഗത്ത് മുന്നോട്ട് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ ഒരു സ്വപ്നം കൂടാണ് സിനിമ. അപ്പൊ ആ സിനിമയെ ബാധിക്കാതെ തിരക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ബാക്കി എന്ന് പറയുന്നത് നമുക്ക് വിവാദങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പൊ ഞാനും ചോദിച്ച ചോദ്യമാണിത്. ഞാൻ കൃത്യമായിട്ട് ആരോടാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിന് ഉത്തരവാദപ്പെട്ട ആളോട് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചതാണ്. ഹിന്ദുധർമ്മത്തിൽ ജനിച്ച്, ഹിന്ദുധർമ്മത്തിൽ വിശ്വസിച്ച്, ഹിന്ദുധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു ഹിന്ദുവായ എനിക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനിക്ക് വേദനിക്കാത്ത ഇതിൽ എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ അവർ അവരുടേതായ കുറെ ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല, പക്ഷേ ഈ പെർസ്പെക്റ്റീവ് ആണല്ലോ ഇതിന്റെ ഒരു ബേസിക് വിഷയം. നമ്മൾ മനുഷ്യനെ കാണുന്ന രീതി, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആശങ്കകൾ അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാകാം എന്ന രീതിയിലാണ് അവരതിനെ കോട്ട് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, സെൻസർഷിപ്പ് ബ്യൂറോ ഒക്കെ ആവുന്നുണ്ട് എന്ന വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയാണ് പോക്കെങ്കിൽ, അതിന് അംഗീകാരം കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ മറ്റു വഴിയില്ല. നിങ്ങൾക്ക് മുന്നിൽ മറ്റു വഴിയേ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ഹാരിസ് പീരാൻ എന്ന സമർത്ഥനായ വക്കീലിന്റെ ഭാഗത്തിൽ ഒരുപക്ഷെ ഈ സിംഗിൾ ബെഞ്ചിൽ അനുകൂല വിധി ഉണ്ടായേക്കാം. അതിന്റെ സൂചനകളൊക്കെ നേരത്തെ ജസ്റ്റിസ് നഗരേഷ് നൽകിയതുമാണ്. അങ്ങനെ അനുകൂല വിധി ഉണ്ടായാൽ ഉടനെ CBFC ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും. നിങ്ങൾക്ക് പിന്നെയും പോകേണ്ടി വരും, പിന്നെ അപ്പുറത്ത് പോകും, സുപ്രീം കോടതി പോകും. അപ്പോഴത്തേക്ക് സിനിമയുടെ പ്രസക്തി നഷ്ടപ്പെടും, നിങ്ങൾ കോടികളുടെ നഷ്ടം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും, നിങ്ങൾ നിസ്സായത മനസ്സിലാക്കുന്നു. ശ്രീ പ്രവീൺ നാരായണൻ, അപ്പോൾ ഈ നിസ്സായത ഉണ്ടാവാതിരിക്കും എന്താ ചെയ്യേണ്ടത്? CBFC ലിസ്റ്റ് എടുക്കണം. എന്താണ് ഈ പറഞ്ഞ രീതിയിൽ മതങ്ങളൊന്നും സൂചിപ്പിക്കാത്ത റിങ്കു, പിന്റു, ടിൻഡോ, ജിൻഡോ, സിൻഡോ, ഫിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് മതം ഒന്നും പറയാത്ത കുറേ പേരുകളുണ്ടല്ലോ. ആ പേരുകളുടെ ഒരു ലിസ്റ്റ് ഇറക്കണം. ആ ലിസ്റ്റ് വെച്ച് അഡ്വക്കേറ്റ് റിൻഡോ, അഡ്വക്കേറ്റ് പിന്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റിൽ മാത്രമേ പേരിടാവൂ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവുമല്ലോ. ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ രഞ്ജിപ്പണിക്കർ സാറ് പറഞ്ഞ പോലെ നമ്പറുകൾ ഇടാം. നമുക്ക് വികാരം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഹാഷ്മി, ശരിയാണ്. പക്ഷേ ഞാൻ വളരെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് നമ്മുടെ അടുത്തുള്ള ഒരു വില്ലേജ് ഓഫീസിൽ പോയി അവിടെ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഏതെങ്കിലും തരത്തിലൊരു വിഷയം ഉണ്ടായാൽ ആ ഒരു വിഷയമായിട്ട് ഞാൻ കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കുക? അത് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ചില സമയത്തെ ചില പിടിവാശികളാവാം, അല്ലെങ്കിൽ ചില തോന്നലുകളാകാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുകളിലേക്ക് ഉയർന്ന തലങ്ങളിലേക്കുള്ള ആൾക്കാരെ സുഖിപ്പിക്കുന്നതിന്റെ ഭാഗമാകാം. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാവാം. എന്താണ് നമുക്ക് കൃത്യമായിട്ട് പറയുന്നത്? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അവരുടെ പോളിസി അല്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരാരും അവരുടെ പോളിസി ആയിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്നതായിട്ട് പറയുന്നില്ല. എന്നാൽ CBFCയുടെ ആണെന്നും പറയുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ സാർ അടങ്ങുന്ന ഫെഫ്ക തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് എടുത്തുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സിനിമാക്കാരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ തുടരുമെന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു പ്രവീൺ. താങ്കൾക്കൊന്നൊരു മീറ്റിംഗ് ഉണ്ട്, താങ്കൾക്ക് പോകാം. എന്തായാലും താങ്കളുടെ പരിമിതിക്കുള്ളിൽ നടത്തിയ വളരെ പെട്ടെന്ന് ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ തന്നെ കീഴടങ്ങാതെ നിന്ന ആ പോരാട്ടത്തിന് ആദ്യം അഭിവാദ്യങ്ങൾ. രണ്ടാമത് ഈ പറഞ്ഞ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപക്ഷെ എത്ര ലക്ഷം മുടക്കിയാലും കിട്ടാത്ത പ്രൊമോഷൻ കിട്ടുന്നുണ്ട് ഈ വാർത്തകളിലൂടെയൊക്കെ. ആ പ്രൊമോഷനൊക്കെ ആ സിനിമയുടെ വിജയമായി ഭവിക്കട്ടെ. ആ വൻ വിജയമാവട്ടെ ആ സിനിമ. താങ്ക് യു ശ്രീ പ്രവീൺ. ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ നോക്കൂ. ഇവിടെ ഒരു പ്രവീൺ പറയൂ. അല്ല ഹാഷ്മി, വളരെ സിൻസിയറായിട്ട് ഞാൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഈ പറയുന്നത് ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് എന്നൊരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോടാണ് പറയാനുള്ളത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു സെൻട്രൽ മിനിസ്റ്റർ അല്ലെന്നുണ്ടെങ്കിൽ CBFC ഇത്രയും വലിയ ഫെഫ്ക ഹൈക്കോടതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു നിസ്സാരക്കാരൻ ആവണമെന്നില്ലല്ലോ, ഞാനൊരു വലിയ ചെറിയ പുള്ളി ആവണമെന്നില്ലല്ലോ. ഇതത്ര എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ താങ്കൾ ഉള്ളിൽ വേദനിച്ചിട്ടാണെങ്കിലും ഈ സിനിമയെ പറ്റി കേരളം ചർച്ച ചെയ്യുന്നുണ്ട്.
എങ്ങനെ എമ്പുരാനെ പറ്റി കേരളം ചർച്ച ചെയ്തതുപോലെ ആ ചർച്ചയുടെ ഗുണഫലമായി എമ്പുരാന് വാണിജ്യ വിജയം ഉണ്ടായതുപോലെ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികം ഇതെന്താണെന്ന് കാണാൻ ആളുകൾക്ക്, ഇനി സിനിമ കാണാത്തവർക്കും എന്താണെന്ന് അറിയാൻ കൗതുകം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൗതുകം താങ്കളുടെ സിനിമയുടെ വാണിജ്യ വിജയമായി മാറട്ടെ. ഞാൻ പറഞ്ഞത് ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു സൈഡിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാശ്മീർ. ഇപ്പം ഈ സെൻസസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചിരിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പ്രവീൺ ആയിരിക്കില്ല സംസാരിക്കുന്നത്. എനിക്കിപ്പോഴും ഞാൻ ആശങ്കയിലാണ്. ഞാൻ വളരെ സിൻസിയറായിട്ട് പറയാമല്ലോ, അത് കയ്യിൽ കിട്ടുന്ന ആ ഒരു മൊമെന്റ് വരെ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പല സന്ദർഭങ്ങളിലും അവരുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും പല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സിനിമ റിലീസ് ആവട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇപ്പം ഈ ഒരു കാര്യത്തില് കേരളത്തിലെ പൊതുസമൂഹമാവട്ടെ, മീഡിയ ആവട്ടെ, ഫെഫ്ക, ഉണ്ണികൃഷ്ണൻ സാറ്, എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം എല്ലാവരും വളരെയധികം ഓരോ സമയങ്ങളിലും വിളിച്ച് സപ്പോർട്ട് തിരികാനുണ്ടായത്. അതിനകത്ത് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. സിനിമ ഇറങ്ങട്ടെ, സിനിമ ഒരു വിജയമാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും, എല്ലാ സിനിമകളും ഇറങ്ങുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഓരോ ഡയറക്ടറും കഷ്ടപ്പെട്ട ഒരു സിനിമയുമായിട്ട് മുന്നോട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നവും അതുപോലെ തന്നെ അത് പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ആരും ഒരിക്കലും ഒരു നിമിഷം കൊണ്ട് പോലും തന്റെ സിനിമയോ അല്ലെങ്കിൽ എന്തൊരു പ്രൊഡക്റ്റ് മോശമാകാനൊന്നും ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. താങ്കൾക്ക് സമയമുണ്ട്, അല്പസമയത്തോടെ നന്നായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ നോക്കൂ, ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ കയ്യും കാലം കിട്ടിയിട്ട് ഇപ്പൊ പ്രവീണിന്റെ ഉള്ളിലുള്ള ധാർമ്മിക രോഷം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് പുറത്തു പറയാൻ പരിമിതിയുണ്ട്. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം ഉണ്ടാകുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർക്കും അദ്ദേഹത്തിന്റെ സിനിമാ ഭാവിക്ക് മാത്രമാണ്. പറയുന്നതിന് പരിമിതിയുണ്ട്, ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, നിയമപോരാട്ടത്തിന് പരിമിതി. എങ്കിലും അതിന്റെ ഈ പറയുന്ന ഷോർട്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്തു. സന്ദീപ്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമയാണ്. സുരേഷ് ഗോപി ഇതുവരെ കമാന്ന് ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല കേട്ടോ. എമ്പുരാനടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ കമാന്ന് മിണ്ടിയിട്ടില്ല. ഇത് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വർഷം മുമ്പൊക്കെ ഇത് കേട്ടാൽ തമാശ എന്ന് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് ആദ്യം കേൾക്കുമ്പോഴും ഞാൻ കരുതുന്നത് എന്തോ PR സ്റ്റണ്ട് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. എന്താണ്, സീത വൈദേഹ രാജ്യത്തെ, ജനകൻ എന്ന് പറയുന്ന ഒരു പേരല്ല, അത് രാജാക്കന്മാർക്ക് പൊതുവെ കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്. സീത എന്താണ്, ഈ പറഞ്ഞ വിദേഹ എന്ന് പറയുന്ന രാജ്യത്തെ മകളാണ്, വൈദേഹിയാണ്. അതുകൊണ്ട് സീതയുടെ ഇനിഷ്യൽ വൈദേഹി സീത എന്നതിൻ്റെ സീതയുടെ ഇനിഷ്യൽ V എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്താൽ പിന്നെയും പ്രശ്നമാവും. പണ്ട് നേരത്തെ ചിരിച്ചുകൊള്ളായിരുന്നു, ഇപ്പോൾ ചിരിച്ചുകൊള്ളാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഹഷ്മി, ഒന്നാമതായിട്ട് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരെ നമുക്കൊരിക്കലും ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും അവരുടെ ഈ കലാരൂപം, കലാസൃഷ്ടി അത് അവരെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ജനങ്ങൾ കാണണമെന്ന ആഗ്രഹം തീർച്ചയായിട്ടും അത് ഏതൊരു കലാകാരൻ്റെയും ആഗ്രഹമായിരിക്കും. അദ്ദേഹത്തിൻ്റെ സർഗസൃഷ്ടി അദ്ദേഹം എപ്രകാരമാണോ അതിനെ വീക്ഷിച്ചത് അതുപോലെ തന്നെ പൊതുസമൂഹം വീക്ഷിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള ഈ സെൻസർഷിപ്പ് സംവിധാനവും അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സെൻസർ ബോർഡിലിരിക്കുന്ന ആളുകളുമൊക്കെ ഇത്തരം കലാസൃഷ്ടികൾക്ക് മേൽ കത്തിവെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കലാകാരൻ്റെ അവകാശം അവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനൊരു ഷെൽഫ് ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമ ഇത് ഷൂട്ട് ചെയ്ത് 10 കോടി രൂപയോളം മുടക്കി ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർക്ക് അതിൻ്റെ പണം എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത് വലിയ ദോഷമായി ബാധിക്കും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കും. നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് ചർച്ച നടത്തിയാൽ മതി, പക്ഷേ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ജീവിതം തന്നെ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന് സംവിധായകനും സിനിമാ മേഖലയാണ്, അറിയാമല്ലോ. ഈ സിനിമകൾ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ദൗർഭാഗ്യം അത്തരം ചില കാര്യങ്ങളൊക്കെ അമിതമായി വിശ്വസിക്കുന്ന ഒരു മേഖല കൂടിയാണ് സിനിമാ മേഖല. ഒരുപക്ഷെ സംവിധായകൻ്റെ പേരിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും സിനിമയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൻ്റെ സൃഷ്ടി ഇനി ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഒരുപക്ഷെ സെൻസർ ബോർഡ് ഏറ്റവും അവസാനം ഈ ഫിലിം ബോർഡ് എടുത്തൊരു തീരുമാനത്തോട് അല്ലെങ്കിൽ ബോർഡ് മുന്നോട്ട് വെച്ച ഒരു കാര്യത്തോട് അവർക്ക് യോജിക്കേണ്ടി വന്നത്. എന്നാൽ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ 90-ലധികം കട്ടുകൾ ഇപ്പോൾ ഒഴിവാക്കേണ്ടി വന്നു, 2 കട്ടുകളിലേക്ക് ചുരുങ്ങി. മാത്രമല്ല വളരെ വിചിത്രമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ജാനകി V എന്ന് കൊടുത്താൽ മതി എന്ന്. അപ്പം എന്തൊരു തമാശയാണിത്. തമാശ എന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങളിപ്പം S ജാനകിക്ക് ഈ കാലത്ത് അങ്ങനെയാണെങ്കിൽ ഭക്തിഗാനം മാത്രമേ പാടാൻ സാധിക്കുള്ളായിരുന്നു അല്ലേ? ഞാനിതിപ്പോൾ B ഉണ്ണികൃഷ്ണൻ സാറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ണിയേട്ടൻ പറഞ്ഞത് S ജാനകി ഈ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭക്തിഗാനം മാത്രമേ പാടാൻ സാധിക്കില്ലായിരുന്നു. കാരണം S ജാനകിയൊക്കെ എത്രയോ എന്താ പറയുക പല വിധത്തിലുള്ള രംഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു മഹതിയായിട്ടുള്ള ഗായികയാണ്. അവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ BJPയും RSSും രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അവർക്ക് ഭക്തിഗാനം മാത്രം പാടേണ്ട ഒരു അവസരം ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഈ സിനിമയ്ക്കെതിരെ നടന്നിട്ടുള്ളത് അതിഹീനമായിട്ടുള്ള കത്തിവെപ്പാണെന്നുള്ളത് ഒരു തർക്കവുമില്ല, ഒരു ന്യായീകരണവുമില്ല. ഇന്ന് അവരുടെ അഫിഡവിറ്റ് ഇപ്പോൾ ആഷ്മി വായിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല, ഞാനത് വായിച്ചതാണ് പൂർണ്ണമായിട്ടും.
എന്ത് നീചമായിട്ടാണ് അതിൽ ഈ സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ അല്ലെങ്കിൽ സംവിധായകനെതിരെ അല്ലെങ്കിൽ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്കെതിരെ അതിൽ ഈ ബോർഡ് ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഉദ്ദേശം ഉണ്ടായിരുന്നു. അല്ല സന്ദീപ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം. നേരത്തെ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട അനുഭവം പറയുന്നു. അതിലും നായികയുടെ പേരെന്താണ്? ഇത് തന്നെയാണ്, ജാനകി എന്നാണ് നായികയുടെ പേര്. അതിൽ നായകന്റെ പേര്, നായകനാണോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ പേരെന്താണ്? എബ്രഹാം എന്നാണ്. ഈ ജാനകിയും എബ്രഹാമും തമ്മിൽ ഒരടുപ്പം ഉണ്ടാവുന്നു. സെൻസർ ബോർഡിന് ഇത് പ്രശ്നമായി. എബ്രഹാമിന്റെ പേര് മാറ്റാൻ പറഞ്ഞു. ഇവിടെ ഒരു ക്രൈസ്തവ കഥാപാത്രമാണ് വക്കീലായി വരുന്നത്. കോടതി മുറിക്കുള്ളിൽ ഉണ്ടാകുമ്പോഴേക്കും ഇതര മതസ്ഥൻ ചോദ്യം ചെയ്യുന്നു. ഇത് ഉളുപ്പില്ലാതെ എഴുതി വെച്ചിരിക്കുകയാണെന്നേ, അത് കോടതി വെച്ചിരിക്കുകയാണെന്നേ. ഇതെന്താണ് സന്ദീപ്, എങ്ങോട്ടാണ് പോകുന്നേ? നമുക്ക് ഈ ബോർഡിന്റെ ഈ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെത് ദുരുദ്ദേശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് രാജ്യത്ത് മതസ്പർദ്ധയുണ്ടാക്കുന്ന എത്രയോ പ്രൊപ്പഗണ്ട സിനിമകൾ ഇറങ്ങി. ഏതെങ്കിലും സിനിമയെ തടയാൻ ഇവർ തയ്യാറായോ? നമ്മുടെ കേരളത്തിൽ ആവശ്യപ്പെട്ടിട്ട് പോലും അത്തരം സിനിമകൾ തടയാൻ തയ്യാറായില്ലല്ലോ. തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രൊപ്പഗണ്ട സിനിമകൾ, സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന, വിദ്വേഷമൊപ്പിക്കുന്ന, വർഗീയത പടർത്തുന്ന സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് വന്ന എത്രയോ സിനിമകളുണ്ട്. ഒന്നിനു പോലും പൂട്ടിടാൻ അല്ലെങ്കിൽ തടയാൻ, അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ ബോർഡ് തയ്യാറായില്ലല്ലോ. മറിച്ച് അതെല്ലാം സത്യമാണെന്നും അതെല്ലാം ജനങ്ങളിലേക്ക് എത്തേണ്ടതാണെന്ന രീതിയിൽ, അതിനെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അനുവദിച്ചു കൊടുത്തവരാണ്. ഇവിടെ വളരെ നിർദോഷമായിട്ടുള്ളൊരു സിനിമ, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ജാതി മത ലാക്കുമില്ലാതെ എടുത്തിട്ടുള്ള ഒരു സിനിമ, അതും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. ആ സിനിമയുടെ പേരിൽ കേവലം നായികയുടെ പേര്, നായിക റേപ്പ് വിക്ടിം ആണെന്നുള്ളതിൻ്റെ പേരിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ നാഗ്പൂരിൽ നിന്നൊരു ലിസ്റ്റ് ഇറക്കട്ടെ, ഏതൊക്കെ പേരുകൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് സംബന്ധിച്ച് നാഗ്പൂരിൽ നിന്നൊരു ലിസ്റ്റ് ഇറക്കി കൊടുക്കട്ടെ. എന്നിട്ട് സിനിമാക്കാർ അതിനനുസരിച്ച് സിനിമ എടുക്കട്ടെ. അപ്പോൾ എന്ത് മോശമാണിത്, എന്ത് വൃത്തികെട്ട ഏർപ്പാടാണിത്. ഒരു സർഗ സൃഷ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുക, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് പറയുന്ന ന്യായീകരണങ്ങൾ അങ്ങേയറ്റം മനുഷ്യന്റെ കോമൺ സെൻസിന് നിരക്കാത്ത ന്യായീകരണങ്ങൾ പറഞ്ഞ് കോടതിയിൽ പോവുക. ഇപ്പം കേരളത്തിലെ BJP നേതൃത്വം ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ. അപ്പോൾ മിനിസ്റ്റർ സുരേഷ് ഗോപി, അദ്ദേഹം എനിക്ക് തോന്നുന്നു കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയിലായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ഒരു സംവിധാനമാണ്, ഒരു എക്കോസിസ്റ്റമാണ്. അദ്ദേഹം തന്നെ അഭിനയിച്ച സിനിമയ്ക്ക് പണി കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരിക്കാം, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം അതിൻ്റെ വായ മൂടിക്കെട്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ സിനിമ എൻ്റെ ചോറാണ് എന്ന് പറഞ്ഞിരുന്ന ആളാണ്. എനിക്കറിയാം അദ്ദേഹം സിനിമ അഭിനയത്തോട്, കലാപ്രവർത്തനത്തോട് അങ്ങേയറ്റ അഭിനിവേശമുള്ള വ്യക്തി തന്നെയാണ്. എനിക്ക് നേരിട്ട് അറിയുന്ന എൻ്റെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. എനിക്കറിയാം അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമൊക്കെ അദ്ദേഹം വലിയ ആവേശത്തോടു കൂടിയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പം ക്യാമറയുടെ മുന്നിൽ വരിക എന്നുള്ളത്, ക്യാമറയുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ തന്നെയാണ്. എൻ്റെ ചോറാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ചോറിൽ ഇങ്ങനെ BJP ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ RSSന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ ആ ചോറിൽ മണ്ണ് വാരിയിട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പണ്ടാണെങ്കിൽ സുരേഷ് ഗോപി അനീതികൾക്കെതിരെ സ്ക്രീനിൽ പ്രതികരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് സുരേഷ് ഗോപി. പക്ഷെ അദ്ദേഹത്തിന് നേരെ നടക്കുന്ന അനീതിക്കെതിരെ പോലും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇവിടെ നോക്കൂ, ഒരു കാര്യം കൂടി പറഞ്ഞ അശ്മി ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ BJP നേതൃത്വമോ കേരളത്തിലെ സംഘപരിവാറോ ഈ വിഷയത്തിൽ ഒരുപക്ഷെ മൗനം, അതല്ലെങ്കിൽ തന്ത്രപരമായിട്ടൊരു സമീപനം സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ RSSന്റെ സമീപനം അത് നടപ്പാക്കിയിട്ടുള്ളത് കേന്ദ്രത്തിലെ ഇവരുടെ ഈ ബോർഡാണ്. അതിനെ പരസ്യമായിട്ട് എതിർക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഇവർ മുന്നോട്ട് വരുന്നില്ല. അവർക്കത് സാധിക്കില്ല. പക്ഷെ കേരളം പോലെ ഒരു സൊസൈറ്റിയിൽ, കേരളത്തിലേതുപോലെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. മറ്റേതെങ്കിലും സാഹചര്യമായിരുന്നെങ്കിൽ അവർ ചാടിക്കയറി ഇതിനെ എതിർക്കുമായിരുന്നു. സുരേഷ് ഗോപി അഭിനയിച്ച പടമായതുകൊണ്ട് മാത്രം ഒരല്പം ഇപ്പൊ നിശബ്ദത പാലിച്ചുകൊണ്ട് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യം ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്, അത് CBFC ആണ് നിയന്ത്രിക്കുന്നത്, അവർ പറയട്ടെ എന്നൊരു ഒരു നിരുത്തരവാദ മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അങ്ങനെയല്ലോ, ഇത് കേന്ദ്ര സർക്കാരിനും ആ മിനിസ്ട്രിയും ഉണ്ടല്ലോ. ഓക്കെ സന്ദീപ് ജാനത്താം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ നമ്മൾ നേരത്തെ ഈ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഈ മതം കുത്തിക്കയറ്റി മതാന്തത, മതവെറി പറയുന്നതിന് നമ്മൾ ജനറലി പറയുന്നത് താലിബാൻ എന്ന് പറയും, താലിബാനിസം എന്ന് പറയും. ഇപ്പോൾ ഇക്കാലത്ത് താലിബാനിസം എന്ന് പറഞ്ഞാൽ ഈ സെൻസർ ബോർഡോ സെൻസർ ചെയ്യോ എന്നറിയില്ല. കാരണം എന്താണ്, താലിബാൻ നമ്മളിപ്പോൾ നല്ല ബന്ധമാണ്. മാത്രമല്ല താലിബാന്റെ സ്ത്രീവിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ, സ്ത്രീ അടിച്ചമർത്തലിനെതിരെയുള്ള UN പ്രമേയത്തിൽ ഇന്ത്യ ഇന്ന് വിട്ടുന്ന ദിവസം കൂടിയാണ്, നമ്മൾ ഒപ്പിടാതെ വിട്ടുന്ന ദിവസം. അപ്പോൾ നമ്മൾ നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഇനി താലിബാൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല.
ഷാവു പ്രസാദ്, ഇവിടെ ഒരു കോടതി മുറിക്കുള്ളിൽ ജാനകി എന്ന പേരുള്ള പെൺകുട്ടിയെ ഒരു ക്രൈസ്തവ നാമധാരിയായ സുരേഷ് ഗോപി 3-4 ചോദ്യങ്ങൾ ചോദിച്ചാൽ ആരുടെ വികാരം പൊട്ടിയൊലിക്കുന്നതിനെ പറ്റിയാണെന്ന് ഈ സെൻസർ ബോർഡ് പറയുന്നത്? ഹാഷ്മി, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ നിലപാട് ഇന്നും ഇങ്ങനെ തന്നെയാണത്. ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ ഒരു നോൺ സെൻസായിട്ടുള്ള സാധനമാണത്. ഈ നാട്ടിൽ ആർക്ക് വേണം, എനിക്കോ ഹാഷ്മിക്കോ ആർക്ക് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതി ഇഷ്ടമുള്ളത് എഴുതി പബ്ലിഷ് ചെയ്യാം. ഒരാൾക്കൊരു നാടകം എഴുതി ആ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാം. ഒരു സെൻസറിങ്ങുമില്ല, ആരുടെ അപ്രൂവലും വേണ്ട, ഒരു മാങ്ങാത്തൊലിയും വേണ്ട. ഈ വന്ന കാലത്ത്, ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിലെ ഈ ആകാശത്തിന് കീഴിലുള്ള ഏത് കണ്ടൻറ്റും ഒരു വിരൽത്തുമ്പിൽ അവൈലബിൾ ആയിരിക്കുന്ന ഈ കാലത്ത് ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഈ ജാമ്പവാൻ്റെ കാലത്തെ നിയമം കൊണ്ട് എന്താണ് ഈ അർത്ഥമാക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടുറങ്ങി തിയേറ്റർ നിരങ്ങി ഇതേപോലുള്ള ഷോ കാണിച്ച് നടക്കാനുള്ള ഒരു ഊള ഏർപ്പാട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനെപ്പറ്റി. ഇനി ഈ സിനിമ ഇതിൻ്റെ കാര്യം, ഇത് ഇക്കാര്യത്തിൽ അതായത് ഈ സാധനം തന്നെ എന്നേക്കുമായിട്ട് പിരിച്ചുവിടേണ്ട ഒരു ആവശ്യം ഇടേണ്ടതാണ്. ഈ കാര്യത്തിൽ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോടും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോടും എനിക്ക് വിമർശനവുമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇത് കാര്യം അത്രമാത്രം നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ, സാമാന്യ ബോധത്തിന് നിരക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട ഊളത്തരം എന്നുള്ളതല്ല. ഇതിനെക്കാട്ട് വേറെ ഭാഷയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അത് നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഏർപ്പാടാണ് ഈ സംഭവം ഉള്ളത്. സിനിമയെ പറ്റിയോ എനിക്ക് ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും നീരസം തോന്നിയേക്കാം, എന്നാലും അത് പ്രശ്നമൊന്നുള്ള കാര്യമല്ല. എനിക്കെന്തായാലും ഒരിടത്തൊന്നും കോളൊന്നും വരില്ല, എന്താ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതെന്നൊരു കാര്യം എനിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് തന്നെ. അതായത് സിനിമയെപ്പറ്റി ABCD അടിസ്ഥാന ബോധം പോലും ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഈ സെൻസർ ബോർഡിൽ ഉള്ളത്. ഉണ്ട്, കുറച്ച് പേരുണ്ട്, എന്നാലും മഹാഭൂരിപക്ഷവും അങ്ങനെയുള്ളവരാണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഏത് ബേക്കറി കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഇത് 1951 മറ്റോ സിനിമാറ്റോഗ്രാഫി നിയമമാണിത്. അത് ഇന്നും ഇങ്ങനെ അഭംഗുരം തുടർന്നു പോരുകയാണ്. സത്യത്തിൽ ഈ നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ സംഭവം ഉള്ളത്. ഈ ഇൻഫർമേഷൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ആ മിനിസ്റ്റർ ഒരു ശ്രദ്ധയും കൊടുക്കാത്ത, ആ മിനിസ്ട്രി നേരിട്ടൊരു ശ്രദ്ധയും കൊടുക്കാത്ത ഒരു മിനിസ്റ്റർ, നിങ്ങളൊക്കെ അതിൻ്റെ കീഴിൽ വരുന്നവരാണ്. അങ്ങനത്തെ ഒരു ഏർപ്പാടാണ്, പ്രത്യേകിച്ച് ഈ സിനിമ സർട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യത്തിൽ. അതിൻ്റെ അകത്ത് നടക്കുന്നത് ഇതുപോലുള്ള കുറേ ആൾക്കാരുടെ തോന്നിവാസം. അല്ല ഷാപ്രസ്, അങ്ങനെ ഇടപെടണ്ടേ? ഞാൻ പറഞ്ഞത് അതൊരു നിയന്ത്രണം ഉണ്ടാവണ്ടേ? അതിൽ ഇടപെടണ്ടേ? നോക്കൂ, ഇത് ഹൈന്ദവ സമുദായത്തെ ഒന്നാകെ അധിക്ഷേപിക്കുകയല്ലേ ഷാപ്രസ്? യഥാർത്ഥത്തിൽ നോക്കൂ, ഒരു സിനിമയ്ക്കകത്ത് ഒരു കോടതി മുറിക്കുള്ളിൽ ഒരു പേരിനോട് ഒരു ക്രൈസ്തവ നാമധാരി ആവട്ടെ, മുസ്ലിം നാമധാരി ആവട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു വക്കീലാണ്. ഇപ്പോൾ വക്കീൽ ഇപ്പോൾ ഇന്ന മതം നോക്കിയല്ലോ എന്താണ് ക്ലയൻസിൻ്റെ കേസ് എടുക്കുന്നത്. ഒരു 4 ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇവിടെ വികാരം പുരട്ടും, അതാകെ വ്രണപ്പെടും, അത് ക്രമസമാധാന പ്രശ്നമാകും എന്നൊക്കെ എഴുതി വെക്കുന്ന ഈ ബുദ്ധിയോട് ആ തലച്ചോറിനെ നിയന്ത്രിക്കണ്ടേ ശ്രീ ഷാവു പ്രസാദ്? അല്ല, 100% ഞാൻ ഹാഷ്മിയുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. 100%. ഞാൻ പറഞ്ഞ ഈ ഏർപ്പാട് തന്നെ, ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഈ നോൺസെൻസ് തന്നെ എടുത്ത് കടലിൽ കളയുന്ന എന്തെല്ലാം നിയമങ്ങൾ ഈ നാട്ടിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്, പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഈ നാട്ടിലെ പ്ലാനിംഗ് ബോർഡ് തന്നെ പിരിച്ചു വിട്ടിട്ടുണ്ട്, അത് മാറ്റിയിട്ട് നീതി ആയോഗ് വന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതോ അല്ലെങ്കിൽ അടിയന്തരമായി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടോ മോണിറ്റർ ചെയ്തുകൊണ്ടോ ഇരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അശ്വിനി വൈഷ്ണവിനെ പോലെയൊക്കെയുള്ള ഒരു പ്രൊഫഷണലായ ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഈ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. കഴിവുള്ള മന്ത്രിയാണ് അദ്ദേഹം. ഒരു പ്രത്യക്ഷ രാഷ്ട്രീയക്കാരനേ അല്ല അദ്ദേഹം. IAS ഈ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആ മിനിസ്റ്ററി ഏൽപ്പിച്ച് റെയിൽവേ ഒക്കെ നന്നായിട്ട് നടത്തുന്നുമുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധ ഇവിടെ കാര്യം ഇതുവരെ ഇല്ലാതിരുന്നതെങ്കിലും ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെങ്കിലും അത് ഇവിടുത്തെ കേരളത്തിലെ BJP ആയാലും എല്ലാ രാഷ്ട്രീയക്കാരായാലും മാധ്യമങ്ങളായാലും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളും മണ്ടത്തരങ്ങളും, അതായത് ഒരു സമുദായത്തിനെ മുഴുവനുമാണ് ഇവിടെ നാണം കെടുത്തുന്നത്. ഈ നാട്ടിൽ ജാനകി എന്നുള്ള പേര്, പട്ടാളം ജാനകി എന്നുള്ള സിനിമ ഇറങ്ങിയ നാടാണെന്ന് ഇത്. പട്ടാളം ജാനകി
അതുപോലെയുള്ള ഏതെല്ലാം കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതിനകത്ത് മറ്റൊന്നും പറയാനില്ല ഹാഷ്മി. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അത്രമാത്രം എന്താണ് നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു പോകുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം ഷാബു. ആ നിർമ്മാതാക്കൾക്കും അത് ഇതിന്റെ ആ കലാകാരന്മാർക്കും എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇപ്പൊ അതിന്റെ സംവിധായകൻ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ടോണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ ശരീരഭാഷയിൽ നിന്നും അപ്രോച്ചിൽ നിന്നും മനസ്സിലാക്കുക അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ കിട്ടിയാലും അദ്ദേഹം സിനിമയിൽ നിൽക്കുന്ന ആഗ്രഹം ആളെന്നുള്ള നിലയ്ക്ക് ഈ സെൻസർ ബോർഡ് ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്യാതെ അനന്തമായിട്ട് കോൾഡ് സ്റ്റോറേജ് വെച്ചാൽ ആ സിനിമ തീർന്നു, ആ സിനിമ ബാൻഡായെന്ന അർത്ഥം. അതിന് ബാൻഡെന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ശ്രീ പ്രവീൺ നാരായണൻ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അതാണ് പ്രശ്നം. അതിന് മുകളിലോട്ട് കോടതിയിലോട്ട് പോകണം. കോടതിയിലോട്ട് എത്ര പൈസ ഉണ്ട്? നേരത്തെ ഒരു FCAT അല്ലെ ഷാപ്രസാദ്, ഈ സിനിമയ്ക്ക് ഈ സംവിധാനത്തിനുള്ള FCAT എന്ന് പറയുന്ന ഒരു ട്രിബ്യൂണൽ സംവിധാനം ഉണ്ടായിരുന്നു. പാവങ്ങളായ സിനിമകൾ അതിലോട്ട് പോകായിരുന്നു. മോഡി സർക്കാർ എടുത്ത് തൊട്ടിക്കളഞ്ഞു FCAT സംവിധാനത്തെ. ഹാഷ്മി എന്നോടാണോ? അതെ, ഹലോ, അതെ അതെ. ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഈ സിനിമയുടെ ഇതേ പേരിലുള്ള ഈ സിനിമയുടെ ടീസർ അതിന്റെ ട്രെയിലറൊക്കെ ഇതേ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തതാണ്. അതാണ് അതിൻ്റെ അകത്തെ രസകരമായ മറ്റൊരു വസ്തുത. അതേപോലെ ഇതിന്റെ കാലങ്ങളായി ഇതിന്റെ പ്രൊമോഷൻ നടക്കുന്നതാണ്. ഇതെല്ലാം ഈ വൃത്തികെട്ടവന്മാർ കാണുന്നതാണ്. അവരുടെ അവസാനം കോടതി പോയി തോറ്റു എന്നുള്ള ഞാൻ പറഞ്ഞ ആ സമയത്തൊന്നും നമ്മുടെ ഈ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ പേര് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണോവാൾഡ് എന്നറിഞ്ഞില്ലല്ലോ ആ സാറന്മാർ. അതിന്റെ പ്രശ്നം ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പ്രവീൺ നാരായൺ ഇവിടെ സിത്താര ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാനായിരുന്നു. ഒറ്റ സെക്കൻഡ്. എനിക്ക് നേരത്തെ സംസാരിച്ചപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു പിഴ, ഒരു നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ട്. എസ് ജാനകി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, എസ് ജാനകി ഈ കാലഘട്ടത്തിൽ പാടുന്നുണ്ടായിരുന്നെങ്കിൽ എന്നാണ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ നാക്കുപിഴയാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നത്. ഓക്കെ. ശ്രീ പ്രവീൺ നാരായണൻ അതെന്റെ ശ്രദ്ധയിലും പെട്ടില്ല, ശ്രദ്ധയിൽപ്പെടാത്ത ഞാൻ ക്ഷമ ചോദിക്കുന്നു. ശ്രീ പ്രവീൺ നാരായണൻ ഇവിടെ ഇടയ്ക്കൊരു സിനിമ ഉഡ്താ പഞ്ചാബ് എന്നൊരു സിനിമ ഇറങ്ങി. അന്ന് CBF സ്ഥലത്ത് ഇയാളല്ല, വേറൊരു കക്ഷിയാണ് കേട്ടോ. ഉഡ്താ പഞ്ചാബ് ഇറങ്ങിയപ്പോഴേക്കും ഈ പറഞ്ഞതിൽ 90-ലധികം മാരക കെട്ടുകൾ പറഞ്ഞു. അതിലെ പ്രധാന ഘട്ടം എന്താ പറഞ്ഞ് പഞ്ചാബ് എടുത്ത് കളയണം, അതിനകത്തുള്ള ലഹരി ഉപയോഗം എടുത്ത് കളയണം, ഈ പറയുന്ന സിറിഞ്ച് കുത്തിവെക്കുന്നതിൻ്റെ ക്ലോസ് ഷോട്ട് കാണിക്കാൻ പാടില്ല, ഒന്നും കാണിക്കാൻ പാടില്ല. ഏറ്റവും ഒടുവിൽ എന്താണ് ഈ ലഹരിക്കെതിരെ സർക്കാർ ആഞ്ഞടിക്കുന്നു എന്നൊരു സന്ദേശം അതിൽ കൊടുക്കണം. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ശിരോമണി അകാലിദളും BJP ചേർന്ന് അവിടെ നിയമസഭയിൽ മത്സരിക്കുക. ഉദാഹരണം പല നൂറ് ഉദാഹരണം ഉണ്ടെന്നേ. ഏറ്റവും കൂടുതൽ സിത്താരെ സമീൻബർ എന്തൊക്കെ കാരണം എന്നറിയാമോ? റീപ്ലേസ് ബിസിനസ് വുമൺ വിത്ത് ബിസിനസ് പേഴ്സൺ എന്നാക്കി മാറ്റണം. ചേഞ്ച് മൈക്കിൾ ജാക്സൺ ടു ലവ് ബേർഡ്സ് എന്നാക്കി മാറ്റണം. എന്താ കാരണം എന്ന് അവർക്കേ അറിയുള്ളൂ. റിമൂവ് വിഷൻ ഓഫ് ദ വേൾഡ് കമൽ ആൻഡ് ചേഞ്ച് ഇറ്റ് ടു ദ വേൾഡ് ലോട്ടസ്. ഏറ്റവും ലാസ്റ്റത്തെ ആണ് തമാശ. ആഡ് എ കോഡ് ബൈ PM മോഡി ആഫ്റ്റർ ദ ഓപ്പണിംഗ് ഡിസ്ക്ലൈമർ. ദിവ്യാംഗതരെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു ഭാഗം അങ്ങോട്ടേക്ക് കയറ്റിവെക്കണം എന്ന് പറയുകയാണ് സെൻസർ ബോർഡ്. അപ്പോൾ ഇതിനൊന്നും രാഷ്ട്രീയമില്ല എന്നൊന്നും ആരും കരുതണ്ട പ്രവീൺ നാരായണൻ. താങ്കൾക്ക് ആ മറുപടിക്ക് പരിമിതിയുണ്ട്. താങ്കൾ പക്ഷേ ആ പരിമിതിക്കുള്ളൂ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും കോടതിയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കത് പറയുന്നതിന് പരിമിതികളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമതായിട്ട് ഈ ഒരു കാര്യം ഉണ്ടായ സമയത്ത് നമ്മൾ ആദ്യം സംസാരിച്ചത് സുരേഷ് ഏട്ടനോട് തന്നെയാണ്. സുരേഷേട്ടൻ്റെ സൈഡിൽ നിന്നാണ് നമ്മളോട് തന്നെ പറഞ്ഞത് ഇത് കോടതിയെ സമീപിക്കുന്നതാണ്, അതൊരു ഓട്ടോണമസ് ബോഡിയാണ്, അതിൽ ഒരു യൂണിയൻ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് സുരേഷേട്ടൻ അല്ലെങ്കിൽ സുരേഷേട്ടൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടരുതെന്ന് റിക്വസ്റ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് നമ്മളും ചേർന്നാണ്. കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും ആ ഒരു നിമിഷം ഈ സിനിമ പൊളിറ്റിക്കലി വീഴും. പിന്നെ ഇവിടെ നടക്കുന്ന ചർച്ചകളെല്ലാം അതിനെ ചൊല്ലി ആയിരിക്കുമെന്നും ഈ സിനിമയുടെ മെറിറ്റ് എല്ലാ രീതിയിലും നമ്മൾ പോലും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് മാറുമെന്നും നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സുരേഷേട്ടനോട്. തീർച്ചയായിട്ടും കാരണം നമുക്കിവിടെ നിയമ സംവിധാനങ്ങളിൽ ഈ സിനിമയുടെ ടീച്ചർ തന്നെ പറയുന്നുണ്ട് തെളിവുകൾ ജയിക്കുന്ന ഇടമാണ് കോടതി. അപ്പം ഈ നമുക്കിവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു വഴി ഒപ്പീനിയൻ എടുത്തു. ഹാരിസ് ബിരാൻ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് വന്നു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ പറയാൻ സാധിച്ചു. അതുകൊണ്ട് നാളെ ഇതുവരെ കോടതിയുടെ സൈഡിൽ നിന്നും മീഡിയയുടെ സൈഡിൽ നിന്നെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ പ്രവീൺ നാരായണൻ. താങ്കൾക്ക് മീറ്റിംഗ് ഉണ്ട്, താങ്കൾ പൊക്കോളൂ. ശ്രീ രാഹുൽ ഈശ്വർ പശ്ചിമ ബംഗാളിലായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുള്ളതാണ്, 2 സിംഹങ്ങൾ. ഒരു സിംഹത്തിൻ്റെ പേര് അക്ബർ, രണ്ടാമത്തെ സിംഹത്തിൻ്റെ പേര് സീത. അക്ബർ ആൺസിംഹമാണ്, സീത പെൺസിംഹമാണ്. അല്ലാതെ പെൺസിംഹത്തിൽ അക്ബറിന് പേരിടാൻ പറ്റത്തില്ലല്ലോ. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രശ്നമാക്കി കോടതിയിലോട്ട് പോയി. നമ്മളൊക്കെ ചിരിച്ചു.
അപ്പോഴത്തേക്ക് കോടതി ഇടപെട്ട് പേര് മാറ്റാൻ പറഞ്ഞു. ഇപ്പം അതെന്തോ സൂരജോ തനയോ ആ സിംഹങ്ങൾക്ക് എന്തു പേര്? അപ്പം മൃഗങ്ങൾക്ക് വരെ മതം കാണുന്ന മനോഭാവത്തിൻ്റെ തുടർച്ചയിലല്ലേ യഥാർത്ഥ പ്രശ്നം ഈ പറയുന്ന എന്താണ്? ജാനകി എന്ന പേരല്ല, ജാനകിയെ ക്രോസ് ചെയ്യാൻ വരുന്ന, കോടതിയിലേക്ക് വരുന്ന ഒരു ക്രൈസ്തവ നാമധാരിയുടെ പേരാണ് അവിടെ പ്രശ്നം. ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ ഹാഷ്മി, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ, ഇതിന്റെ തത്വം എന്താ? എന്തുകൊണ്ടാണ് CBFCയോ അല്ലെങ്കിൽ സെൻസർ ബോർഡ് നമ്മൾ പൊതുവെ വിളിക്കുന്ന കാര്യമോ നിലനിൽക്കുന്നത്? നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ മാത്രമേ ഈ ഡിബേറ്റ് പൂർണ്ണമാകൂ. ലോകത്ത് ക്രിയേറ്റിവിറ്റിയോടൊപ്പം സെൻസിറ്റിവിറ്റിയും വേണം, ലിബർട്ടിയോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും വേണം. ഇതാണ് എല്ലാ രാജ്യങ്ങളിലും ഏതെങ്കിലും തലത്തിൽ ഏറിയ പങ്കോ ചെറിയ പങ്കോ ആയി നിൽക്കുന്ന സർട്ടിഫിക്കേഷൻ ബോഡിയുടെയും സെൻസറിന്റെയൊക്കെ ആത്മാംശം. അതായത് ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയോടൊപ്പം സെൻസിറ്റിവിറ്റി, ബാക്കിയുള്ളവരോട് അവരുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു എമ്പതി കൂടി വേണം. സെൻസിറ്റിവിറ്റിയോടൊപ്പം അല്ലെങ്കിൽ ലിബർട്ടി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വം വേണം. ഞാൻ പെട്ടെന്ന് 3 ഉദാഹരണങ്ങൾ നമ്മുടെ ഓർമ്മയിൽ തന്നെ പറയാം. കേരള സ്റ്റോറി എന്ന സിനിമ വന്നു. 3 പേരുടെ ശരിക്കുള്ള കഥ 32,000 പേരുടെ കള്ളക്കഥയാക്കി പറഞ്ഞപ്പോൾ നമുക്ക് മലയാളി എന്ന രീതിയിലും കേരളീയ എന്ന രീതിയിലും കൊള്ളുകയുണ്ടായി. നേരത്തെ ഉടുത്ത പഞ്ചാബിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ആ സിനിമ പഞ്ചാബി എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ പഞ്ചാബിൽ ഒരുപാട് പഞ്ചാബിൽ ഡ്രഗ്സ് ഇഷ്യൂ ഉണ്ട്, പക്ഷേ പഞ്ചാബ് എന്ന രാജ്യത്തെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം സെൻസർ ബോർഡ് വേണ്ട എന്ന നിലപാടിലേക്കാണോ നമ്മൾ എത്തേണ്ടത്, അതോ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വേണമെന്ന നിലപാടിലേക്കാണോ എത്തേണ്ടത്? ഇതാണ് ചോദ്യം. പെട്ടെന്ന് ഹാഷ്മിയുടെ ഓർമ്മയിലുള്ള 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ഡെവിഞ്ചി കോഡ് എന്ന സിനിമ ഗംഭീരമാണ്. ഞാൻ അന്ന് YMCA യൂത്ത് വിങ്ങിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന സമയമാണ്. ഞങ്ങളൊക്കെ കുറെ പ്രൊട്ടസ്റ്റുകളും മറ്റും അറേഞ്ച് ചെയ്തു. അതായത് യേശു ക്രിസ്തു മഗ്ദലന മറിയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ആ സിനിമയിൽ പറയുന്നത്. അപ്പൊ ഇത് ചരിത്രപരമല്ല എന്ന് എഴുതി വെക്കാൻ ഒരു ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ട്. കാര്യം എന്റെ വിശ്വാസത്തിന്റെ വികാരം, ഞാൻ യേശു ക്രിസ്തുവിനെ ആദരിക്കുന്ന വ്യക്തിയാണ്, എന്റെ വിശ്വാസത്തിന്റെ വികാരങ്ങൾ ഹനിക്കപ്പെട്ടു. കാര്യം യേശു ക്രിസ്തു കല്യാണം കഴിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ്, നമ്മൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ മോശമാക്കി കാണിക്കുന്ന സിനിമയാണ്. അന്ന് ഞങ്ങൾ പരാതി കൊടുത്തു. ആ സിനിമ ഇന്ത്യയിൽ ബാൻഡാണ്, ഇപ്പോഴും ബാൻഡാണ്. അല്ലെങ്കിൽ നമ്മുടെ MF ഹുസൈനെതിരെയുള്ള ക്യാമ്പയിൻ, MF ഹുസൈൻ സീതാദേവിയെയും ഹനുമാനെയും ഭാരതമാതാവിനെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചു. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രക്ഷോഭം നടത്തി. രാജാരവിവർമ്മ അവാർഡ് MA ബേബി സാർ എന്നപ്പോൾ പുള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ക്യാൻസൽ ചെയ്യിച്ചു. അപ്പോൾ ഹാഷ്മി അടിസ്ഥാനപരമായ ഒരു ലിബറലാണ്. അതുകൊണ്ട് ലിബറൽ കാഴ്ചപ്പാട് മാത്രമേ ഹാഷ്മി കാണുന്നുള്ളൂ. സെൻസിറ്റിവിറ്റിയും റെസ്പോൺസിബിലിറ്റിയും വേണ്ടാന്ന് പറയരുത്. ഇവിടെ ഞാനും നാരായണന് മുമ്പ് സിബി മലയാൽ സാറുമായിട്ടൊക്കെ ചർച്ചയ്ക്ക് രാഹുൽ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ജാനകി എന്നൊരു പേര് അത് പ്രശ്നമാണ്. ജാനകി റേപ്പ് ഞാൻ പറയുന്നത് റേപ്പ് ചെയ്ത ഒരാളുടെ പേരല്ല ജാനകി, റേപ്പ് ചെയ്യപ്പെട്ട ഒരാളുടെ പേരാണ് ജാനകി. റേപ്പ് ചെയ്തതിൽ നിന്നും അതിജീവിക്കാൻ വരുന്ന ഒരാളുടെ പേരാണ് ജാനകി. ആ പേര് പ്രശ്നമാണെന്നും കോടതി മുറിക്കിൽ അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണാവാൾഡ് അവരെ ക്രോസ് വിസ്താരം ചെയ്താൽ ഈ പറയുന്ന സെൻസിറ്റിവിറ്റിക്ക് പ്രശ്നം ഉണ്ടാവുന്നതാണ് പറഞ്ഞു വരുന്നത്. രാഹുൽ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ഈ കേസിൽ ഇദ്ദേഹത്തോടൊപ്പമാണ്, പ്രവീൺ നാരായൺ എന്ന വ്യക്തിയോടൊപ്പമാണ്. പക്ഷേ ഈ കേസ് പോലെയല്ല എല്ലാ കേസുകളും. ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രം മതി എന്നൊരു വാദം നമ്മൾ ഉയർത്തരുത്. ഈ കേസിൽ പ്രവീൺ നാരായണനോടൊപ്പമാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അങ്ങ് പറയുന്നത് പോലെ തന്നെയാണ്, സബ്ജക്ട് ടു കറക്ഷൻ. ഇനി വരുന്ന റേപ്പിസ്റ്റിന് വേറൊരു മതമുണ്ട്, അതിൽ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാദഗതി കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷേ ലഭ്യമായ വിവരം വെച്ച് പ്രവീൺ നാരായണനോടൊപ്പവും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോടൊപ്പവുമാണ്. പക്ഷേ സെൻസർ ബോർഡ് വേണ്ട എന്ന് പറയുന്ന ഒരു വാദഗതിയിലേക്ക് നമ്മൾ പോരുന്നത് അതൊരു എക്സ്ട്രീമാണ്. പകരം സെൻസർ ബോർഡ് വേണം. അവർ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ രീതിയിൽ ഈ സെൻസറിങ് ചെയ്യണം, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യൻ പതാകയെ മോശമാക്കി കാണിക്കുന്ന ഒരു സിനിമയുണ്ട്, ഇന്ത്യൻ പതാക കത്തിക്കുന്ന സിനിമയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത്തരം രംഗങ്ങൾ രാഹുൽ ഈശ്വർ പൊതിഞ്ഞു പറയുകയല്ല. രാഹുൽ ഈശ്വർ പൊതിഞ്ഞു പറയുകയല്ല, പച്ചവർഗീയത പച്ചക്കെഴുതി കോടതിയിൽ കൊണ്ട് സമർപ്പിക്കുക. അങ്ങനെ എഴുതുന്ന ഒരു സെൻസർ ബോർഡ് വേണ്ടാന്ന് ഷാബു പ്രസാദ് പറഞ്ഞ എന്താ തെറ്റ്? അവിടെയാണ് ഈ കേസിൽ സെൻസർ ബോർഡ് എടുത്ത നിലപാട് തെറ്റാണ് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നത്. അതിനർത്ഥം സെൻസർ ബോർഡ് വേണ്ടെന്നാണോ? സെൻസർ ബോർഡിന്റെ ഒരു നിലപാടിന് പാളിച്ച വന്നു എന്നിരിക്കട്ടെ, അതിനർത്ഥം സെൻസറിംഗ് എന്ന പ്രോസസ്സ് വേണ്ടെന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ആരും പറയുമെന്ന്. സെൻസറിംഗ് എന്ന വാക്കിന്റെ അർത്ഥം സെൻസർഷിപ്പ് എന്നല്ല. സെൻസറിംഗ് എന്ന വാക്കിന്റെ അർത്ഥം സെൻസർഷിപ്പ് ബോർഡ് ആവണ്ടെന്നല്ല. ക്ലാസിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ. അർത്ഥം എന്താണ്? യു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാം. U·A എന്ന് പറഞ്ഞാൽ പേരന്റൽ കൺട്രോൾ വേണം. അടൽസൊള്ളി അതിലാണ് കയറി പിടിക്കുന്നത്.
അല്ല, ഇന്ത്യയിൽ ശരിക്കും സെൻസർ ബോർഡല്ല, CVFC ആണ്, ഫിലിം സർട്ടിഫിക്കേഷൻ മാത്രമാണ്. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം, എനിക്ക് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കാണണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് അനുകൂലമായി വിധി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സെൻസറിങ് എന്ന ഐഡിയ തന്നെ തെറ്റാണ് എന്ന് പറയുന്ന ആശയം നമ്മൾ മുമ്പോട്ട് വെക്കരുത്. നമ്മുടെ സമൂഹം റീസണബിൾ റെസ്ട്രിക്ഷൻസുമായി നിൽക്കുന്നതാണ്. ഈ കേസിൽ ഇവരോടൊപ്പമാണ്. പക്ഷേ ഹാഷ്മി എടുക്കുന്ന ലൈൻ എന്ന് പറയുന്നത് അത്തരത്തിൽ യാതൊരു പരിധികളും വേണ്ട, പരിമിതികളും വേണ്ട. അപരിമിതമല്ല. അല്ല, ഞാൻ പറയുന്നത് കേരള സ്റ്റോറി അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ വാക്സിനുമായി ബന്ധപ്പെട്ട സിനിമ, അതൊക്കെ എന്തുമാകാം. വേറൊരു സിനിമയ്ക്കകത്ത് പ്രധാനമന്ത്രിയുടെ വാചകം ഉൾപ്പെടുത്തിയാലേ പുറത്തേക്ക് വിടൂ എന്ന് പറയുക, അങ്ങനെ ഏകപക്ഷീയമായി ഒരു കണ്ണ് കെട്ടിയ കുതിരയെ പോലെ സെൻസർ ബോർഡ് നിൽക്കുമ്പോഴാണ് ഷാവ്പ്രസാദ് അടക്കം പറയുന്നത്. ഷാവ്പ്രസാദ് ആ ഭാഷയിൽ പറയണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തെ ഉള്ളിൽ വെച്ചിട്ടാണ് ഷാവ്പ്രസാദ്. രണ്ട് ഭാഗത്തുനിന്നും ചില സിനിമകൾ വലതുപക്ഷ പ്രൊപ്പഗാൻഡയാണ്, ചില സിനിമകൾ ഇടതുപക്ഷ പ്രൊപ്പഗാൻഡയാണ്. ഈ രണ്ട് പ്രൊപ്പഗാൻഡുകളെയും ഒന്ന് മോഡറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒരു സിനിമയിൽ പൃഥ്വിരാജ് വൈകല്യമുള്ള കുട്ടികളെ കുറിച്ചൊരു നെഗറ്റീവ് പരാമർശം പറയുന്നുണ്ട്. അതായത് അച്ഛനമ്മമാരുടെ തെറ്റാണ് ആ കുട്ടികൾ വരുന്നത്. പിന്നീട് അത് കട്ട് ചെയ്യിച്ചു, പൃഥ്വിരാജ് മാപ്പും ചോദിച്ചു. നല്ല മാതൃകയാണ്. അപ്പൊ സിനിമയിൽ ഏതെങ്കിലും തരത്തിലൊരു ഓവർ സൈറ്റ് വേണം, നിരീക്ഷണം വേണം. ഇല്ലെങ്കിൽ പലപ്പോഴും അസ്വീകാര്യമായ അധാർമികമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് കടന്നുകൂടും. രാജ്യദ്രോഹം കടന്നുകൂടാം, വർഗീയത കടന്നുകൂടാം, വിദ്വേഷം കടന്നുകൂടാം. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെൻസറിങ് വേണം. പക്ഷേ ആ വർഗീയതയുടെ പ്രയോക്താക്കളായി ഈ ബോർഡ് നിന്ന ഒരു ജനറിക് നെയിമാണ്, നമുക്കെല്ലാം അറിയുന്നത്. ഞാൻ പറഞ്ഞത് ആ വർഗീയതയുടെ വക്താക്കളായി ഈ ബോർഡ് നിന്ന, ഈ ബോർഡ് പച്ചക്ക് പെർമിഷൻ കൊടുത്തത്, ഈ ബോർഡ് പച്ചക്ക് വർഗീയത എഴുതി കോടതിക്ക് മുന്നിൽ വെക്കുകയാണെങ്കിൽ ആ ബോർഡ് വേണ്ട എന്നാ ഷാവ്പ്രസാദ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ സന്ദീപ് വാര്യർ. ഓക്കെ, സന്ദീപ് വാര്യർ, ഇവിടെ അരുൺ കാർത്തിക്കിന്റെ നാസർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് റോട്ടർഡാമിൽ ബെസ്റ്റ് ഏഷ്യൻ ഫീച്ചർ ഫിലിമിന്റെ അവാർഡ് കിട്ടിയ വലിയ അഭിനന്ദനങ്ങൾ നേടിയ സിനിമയാണ്. അവിടെ ഈ പറയുന്ന അവിടെ പെട്ടിയിലിരിക്കുക. പഞ്ചാബ് 95 എന്നൊരു സിനിമയുണ്ട്, അത് പെട്ടിയിലിരിക്കുക. അങ്ങനെ പല സിനിമകൾ ഇതിനോടകം തന്നെ പെട്ടിപ്പോ ജസ്വിൻ സിംഗ് കൽറയുടെ കഥ പറയുന്ന ഒരു സിനിമ 25,000 അൺഐഡന്റിഫൈഡ് ബോഡി കണ്ടു എന്ന് പറഞ്ഞത് ആ ബോഡി കൗണ്ട് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴും പെട്ടിയിലിരിക്കുന്ന 100 സിനിമകൾ അവിടെ ഉണ്ട്. അങ്ങനെ 100 സിനിമകൾ ഏകപക്ഷീയമായി പെട്ടിയിലിരിക്കുമ്പോൾ ഈ സെൻസർ ബോർഡ് ഓട്ടോണമസ് ആണ്, അവരുടെ മാത്രം താല്പര്യത്തിലാണ്, മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും അതിലില്ല എന്ന് നിഷ്കളങ്കമായി കരുതാമോ സന്ദീപ്? അല്ല, ഈ തീരുമാനം ഒട്ടും നിഷ്കളങ്കമല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ കേരളത്തിലെ സംഘപരിവാർ ഒരു ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രതിഷേധവും കേരളത്തിന്റെ പൊതു സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മൃദു സമീപനം, അത് വാസ്തവത്തിൽ അങ്ങേയറ്റത്തെ കാവട്ടിയാണ്. കാരണം എന്തുകൊണ്ട് കേരളത്തിലെ BJP ലീഡർഷിപ്പ് പരസ്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല? അതല്ലെങ്കിൽ ഒരു തരത്തിൽ അഭിപ്രായം പറയാൻ മാറി നിൽപ്പി. അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ മിനിസ്റ്റർ ആയിരുന്ന ഇലക്ട്രോണിക്സിലെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു അശ്വിനി വൈഷ്ണവ്. അവർ തമ്മിൽ വളരെ അടുപ്പമാണ്, വളരെ അടുത്ത ബന്ധമാണ്. ഞാൻ ഈ രണ്ടുപേരെയും ഒരേ ദിവസം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. അശ്വിനി വൈഷ്ണവും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഒരേ മന്ത്രാലയത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഫോൺ ചെയ്താൽ മാത്രം തീർക്കാമായിരുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇടപെട്ടില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്രത്തിലെ പൾസ് അറിയാം, അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് സെൻട്രലിലെ പൾസ് അറിയാം. അവിടെ ഇത് വളരെയധികം വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് രാജ്യത്തെ എല്ലായിടത്തും നിൽക്കുന്നത്. രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫിലിം സർട്ടിഫിക്കേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളിലടക്കം കൊടിയ വർഗീയവാദികളെ കൊണ്ടുപോയി കുടിയിരുത്തിയിരിക്കുകയാണ്. അവിടുന്ന് പുറത്തോട്ട് വരുന്നത് RSS മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രവും അതിൻ്റെ പ്രായോഗികവൽക്കരണവും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം മാത്രമാണ് അവിടെ കണ്ടത്. ഇപ്പോൾ കേരളത്തിലിരുന്നു കൊണ്ട് ഇതൊന്നും വേണ്ട, കേരളത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഈ സംഘടനയുടെ RSSന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള നയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജാനകി എന്നുള്ള പേര് ഇവിടെ സിനിമയ്ക്ക് അനുവദിക്കാതിരുന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രൊപ്പഗണ്ട സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇരുന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല സിനിമയ്ക്ക്. അങ്ങനെയെങ്കിൽ എന്തൊരു ഭീകരാവസ്ഥയാണ് സന്ദീപ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇവിടുത്തെ BJPയുടെ ഒരു MP ആ സിനിമയുടെ ഒരു മേജർ കഥാപാത്രമായിരിക്കെ ആ കഥാപാത്രത്തിന്റെ പേരാണ് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണോവാൾ എന്നിരിക്കെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ പേര് അവസ്ഥ എന്താകും? എന്തൊരു ഭീകരമാണ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ. കേരളത്തെ BJPക്കാർക്കൊന്നും അവിടെ വോയിസ് ഇല്ല, അത് സത്യമാണ്.
കേരളത്തിലെ BJP-കാർക്ക് പ്രത്യേകിച്ചൊരു വോയിസ് ഒന്നും അവിടെ ഇല്ല. പക്ഷേ അവർ ഉയർത്തേണ്ട ശബ്ദം പോലും ഉയർത്തുന്നില്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന് അശ്വിനി വൈഷ്ണവിനോടുള്ള ബന്ധം പോലും ഉപയോഗിക്കപ്പെട്ടില്ലല്ലോ ഈ വിഷയത്തിൽ. ഈ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് മൗനം പാലിക്കലേ ഇത് കുറ്റകരമായ മൗനമല്ലേ? കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ ഇത്ര വലിയൊരു പ്രശ്നം അദ്ദേഹത്തിന്റെ തന്നെ MP മന്ത്രി അഭിനയിച്ചൊരു സിനിമയ്ക്ക് വന്നിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയം വന്നിട്ട് അതിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കല്ലേ ചെയ്തത്? അപ്പോൾ ഇവർ ഈ രാഷ്ട്രീയമായിട്ടൊരു അഭിപ്രായം പറയാതെ വികസിത കേരളം എന്നിങ്ങനെ ലോട്ടറി വെക്കുന്നത് പോലെ പറഞ്ഞതുകൊണ്ട് അതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോവുകയാണ്. ഇവിടെ നോക്കൂ, സുരേഷ് ഗോപിക്ക് പോലും ഇതിൽ സംസാരിക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം സംസാരിച്ചതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ, പ്രസൂൺ ജോഷിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം അദ്ദേഹം നിരാശനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേയറ്റത്തെ നിരാശനാണ് സുരേഷ് ഗോപി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പാഷനാണ് സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടു. അദ്ദേഹത്തിന് പ്രതികരിക്കാനും സാധിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഈ സിനിമയെ പിന്തുണയ്ക്കാനും കഴിയുന്നില്ല. നേരത്തെ എമ്പുരാന്റെ വിഷയത്തിലൊക്കെ അദ്ദേഹം വളരെ വോക്കലായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ സംസാരിക്കാൻ കഴിയുന്നില്ല. അത്തരം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ സിനിമയിൽ സ്ക്രീനിൽ അനീതിക്കെതിരെ പൊരുതുന്ന സുരേഷ് ഗോപിക്ക് സ്ക്രീനിന് പുറകിൽ തൻ്റെ സിനിമയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന അനീതിക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ പറ്റാതായി പോയി എന്നുള്ളതിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണുള്ളത്, വിഷമമാണുള്ളത്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയാതെ പോയി. ഇതാണ് ഈ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നതാണ്. ഇതുപോലെ ഈ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ആ ഒരു ഫാക്ടറി ആയിട്ട് രാജ്യത്തെ മുഴുവൻ മാറ്റിയിരിക്കുകയാണ്. അതിൽ നിന്നൊരു മോചനമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിക്കേണ്ടത്. ഇവിടെ ഏറെക്കാലം എന്താ പറയുക, ഒരു പ്രത്യേക സംഘടനയുടെ തടവിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ആ കിഡ്നാപ്പേഴ്സിനോട് തോന്നുന്ന ഒരു സിൻഡ്രോം ഉണ്ടല്ലോ, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്തോ പറയും. അതുപോലെയുള്ള സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൽ രാജ്യത്തെ കുറേ ആളുകൾ കഴിയുന്നുണ്ട്. അവരെയൊക്കെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ വലിയ എന്താ പറയുക, അങ്ങേയറ്റത്തെ വിഷലിപ്തമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മോചനം ഈ നാട് തേടുന്നുണ്ട്. കേരളം അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു തുരുത്തായിട്ട് അവശേഷിക്കുന്നുണ്ട്. ആ തുരുത്തിലേക്ക്, ആ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ ഏക തുരുത്തിലേക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം നോക്കേണ്ടത്. ഈ സിനിമയുടെ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സംഘപരിവാറുകാരെ കൊണ്ടുപോലും, കേരളത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് സംഘപരിവാറുകാരെ കൊണ്ടുപോലും ലിബറൽ ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ട ഗതികേടിലേക്ക് അവരെ എത്തിച്ചത് കേരളം മുന്നോട്ട് വെക്കുന്ന ഈ ഒറ്റക്കെട്ടായിട്ടുള്ള കേരളത്തിന്റെ ഈ സമീപനം ഉണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിലെ RSSനും BJPക്കും വരെ ഇതിൽ മൗനമെങ്കിലും പാലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പ്രസൂൺ ജോഷി വലിയ കവിയും എഴുത്തുകാരനും ഒക്കെയാണ്, സിനിമാ പാട്ടുകാരനാണ്. അല്ലാ ജാനെ അല്ലെങ്കിൽ തേരി മേരി കഹാനി എന്നൊക്കെ പാട്ടൊക്കെ എഴുതും. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിലേക്ക് സിനിമ വരുമ്പോഴേക്കും ജാനകിക്ക് നേരെ നിൽക്കുന്നത് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണാവാൾഡ് ആണെങ്കിൽ പ്രശ്നവുമാകും. ഷാപ്രസാദ്, ഇവിടെ സെൻസർ ബോർഡ് വേണം. പക്ഷേ ഇമാതിരി വർഗീയതയും പരമത വിദ്വേഷവും ഒരു പച്ചയായിട്ട് ഡോക്യുമെന്റായി കോടതിയിൽ കൊടുക്കാനും മാത്രം സെൻസുള്ള, അത്ര കൊടുക്കാതിരിക്കാനെങ്കിലും മാത്രം സെൻസുള്ള ഒരു സെൻസർ ബോർഡ് ഉണ്ടാവണം. ഷാപ്രസാദ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൃഗശാലയ്ക്കകത്ത് കിടക്കുന്ന 2 സിംഹങ്ങളുടെ പേര് നോക്കി, അതിൻ്റെ മതം നോക്കി കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? കോടതിയിൽ തോട്ടിക്കളയുന്നതാണ്. തോട്ടിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് പേര് മാറ്റിയപ്പോൾ അത് സൂരജോ തനയോ ഒക്കെ ജീവിക്കുന്നുണ്ട് എവിടോ. ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ തുടർച്ചയായി വേണ്ടേ സാറേ ഇതിനെയും കാണാൻ? ഷാപ്രസാദ്, അതിന് കോടതിയിൽ പോയ സംഘപരിവാർ സംഘടനയാണ്. അല്ല ഹാഷ്മി, ഞാൻ ആദ്യം പറയട്ടെ. ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഒക്കെ വരുന്ന വിമർശനങ്ങളെ ആ രീതിയിൽ, അത് ഏത് തരത്തിലുള്ള എത്ര ഇതായിട്ടുള്ള വിമർശനങ്ങളായാലും തൽക്കാലം അത് തല കുനിച്ചുകൊണ്ട് കേൾക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് പോലും. കാര്യം നമ്മുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ സെൻസർ ബോർഡിൻ്റെ കാര്യം ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു, സെൻസിറ്റിവിറ്റി വേണം എന്ന് പറഞ്ഞു. ഈ സെൻസിറ്റിവിറ്റി സിനിമയെ മാത്രം മതിയോ സാറേ? സെൻസിറ്റിവിറ്റി എഴുത്തുകാരുടെ എല്ലാ കലാരൂപങ്ങളിലും വേണ്ട ഈ സെൻസിറ്റിവിറ്റി. ഈ കലാലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ കലാരൂപം മറ്റുള്ള സിനിമയിൽ മാത്രം മതി, മറ്റുള്ളിടത്തൊന്നും ഈ സെൻസിറ്റിവിറ്റിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നതിനെക്കാട്ടി വലിയ ഒരു എന്താണ് അസംബന്ധം വേറെയുണ്ടോ? അതും ഇന്നത്തെ കാലത്ത്, ഈ വന്ന കാലത്ത് ആലോചിച്ച് നോക്കൂ. ഇനി മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ ഈ സാംസ്കാരിക ഫാസിസത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ 100% എൻ്റെ നിലപാടെന്താണെന്നുള്ള ഹാഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിൽ നമ്മളിപ്പോൾ ഈ ഒരേ ഒരു പ്രതീക്ഷയുടെ പച്ചത്തുരുത്തായി മാത്രം കിടക്കുന്ന ഈ കേരളത്തിൽ എത്ര നോവലുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര കലാസൃഷ്ടികൾ, എത്ര ക്രിയേറ്റിവിറ്റികൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് സെൻസർ ബോർഡൊന്നുമില്ല, ഒരു സർക്കാർ നേരിട്ട് ചെയ്ത കാര്യമാണത്. ഇപ്പോഴും TP 51 വെട്ട എന്ന് പറയുന്ന സിനിമ പെട്ടിക്കകത്തിരിക്കുകയാണ്.
അതിന്റെ സംവിധായകൻ ഒരു വാടക വീട് പോലും കിട്ടാതെ നാട് നീളെ ഓടി നടക്കുകയാണ്. അല്ലല്ല ചുമ്മാ പറയാം അങ്ങനല്ല അത് റിലീസ് ചെയ്തു. നാട്ടിൽ നടക്കുന്ന അല്ല ഷാബു അങ്ങനെ പറയല്ലേ, അത് റിലീസ് ചെയ്തു. ഞാൻ ഒരു കാര്യം അല്ല ഷാബുജിയോട് ചോദിച്ചോട്ടെ. അല്ല ഞാൻ ഒരു മിനിറ്റ് അല്ല TP51 റിലീസ് ചെയ്തു. അത് തിയേറ്ററുകളിൽ വന്നു, ആള് കണ്ടില്ല, ഇറങ്ങിപ്പോയി. അതിന് ആരുടെ കുറ്റമാ? സിനിമ കൊള്ളത്തില്ലെങ്കിൽ ആരുടെ കുറ്റമാ ഷാബു പ്രസാദ്? തിയേറ്ററുകൾക്ക് ഭീഷണി, തിയേറ്ററുകൾക്ക് ഭീഷണി, ആ സംവിധായകന് ഭീഷണി, അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഉള്ള തിയേറ്ററിൽ ആള് കയറിയില്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ഈ നാട്ടിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് ഇതിൻ്റെ അകത്തൊരു നടപടി എടുക്കേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് സുരേഷ് ഗോപി ഒന്നും മിണ്ടിയില്ല, എന്തുകൊണ്ട് കേരള BJP അശ്വിനി വൈഷ്ണവിൽ സമ്മർദ്ദം ചെലുത്തിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ട്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണത്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ പേരിൽ മാത്രം സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള ഒരുപാട് ഇഷ്യൂസിൻ്റെ വരും. അതിന് പകരം അവർ കൃത്യമായി അതിൻ്റെ നിയമ നടപടികളിൽ കൂടെ കടന്നു പോകട്ടെ, അതൊരു സ്റ്റാൻഡേർഡായി മാറട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ഈ ഞാൻ അഭിനയിച്ച സിനിമ എന്താ പറഞ്ഞു പെട്ടെന്ന് ഓടി ഞാനും ഷാബുജിയും അടക്കം നമ്മളെല്ലാം ഒരുമിച്ച് പ്രതിഷേധിച്ചതല്ലേ ശ്രീ MF ഹുസൈനെതിരെ? നമ്മളെല്ലാം ഒരുമിച്ചല്ലേ MF ഹുസൈൻ ഭാരതമാതാവിനെയും ഒക്കെ അധിക്ഷേപിച്ചു എന്ന് ശരി എന്റെ സമയം ശരി ഓക്കെ സമയം കഴിയുകയാണ്. ഇവിടെ ശരി ഇവിടെ മുരളി ഗോപി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ കവർ പിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സെൻസർഷിപ്പ് ഈസ് ടു ആർട്ട് ആസ് ലിഞ്ചിങ് ഈസ് ടു ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. സെൻസർഷിപ്പ് ഈസ് ടു ആർട്ട് ആസ് ലിഞ്ചിങ് ഈസ് ടു ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതിയെ അടിച്ചടിച്ച് കൊല്ലുന്നത് പോലെയാണ് ആർട്ടിനെ സെൻസർ ചെയ്യുന്നത്. മുരളി ഗോപിക്ക് പഴയ എമ്പുരാൻ ഓർമ്മയുണ്ട്. എന്തായാലും അതാണ് അവസ്ഥ. ആ സിനിമ വിജയിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.